നമസ്കാരം. ബി.ജെ.പി. പക്ഷത്തേക്ക് ചായാൻ നിന്ന ശശി തരൂരിനെ ചേർത്ത് നിർത്താൻ ഉറച്ച് കോൺഗ്രസ്. പാർട്ടി പരിപാടികളിലടക്കം തരൂർ വരും നാളുകളിൽ സജീവമാകുമെന്നാണ് സൂചനകൾ. കോൺഗ്രസിന് അനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും എം.പിയുമായ ശശി തരൂർ തുടരും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്ത് നൽകി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് ശശി തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത്. ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷയായി DMK MP കനിമൊഴിയും തുടരും. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമിതനായിരുന്നു. എന്നാൽ തരൂരിനെ വിട്ടുകളയരുതെന്ന അഭിപ്രായക്കാരും സജീവമാണ്. ഇതോടെയാണ് തരൂരിനെ ചേർത്ത് നിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിലടക്കം തരൂരിന് നിർണായക റോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇതിനിടയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു. പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമായിരുന്നു തരൂർ എത്തിയത്. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകണമെന്ന് തരൂരിനോട് AICC ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. പാർട്ടിയെ അടിക്കടി പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ AICC നടപടിയെടുക്കണമെന്ന് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചുവരാൻ തരൂരും വേണമെന്നായിരുന്നു മറുചേരിയുടെ പക്ഷം. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി പരിപാടികളിൽ AICC ഇടപെട്ട് പങ്കെടുപ്പിക്കുന്നുവെന്നത് ശ്രദ്ധേയം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ നിരന്തരം പുകഴ്ത്തിയ തരൂരും കോൺഗ്രസും തമ്മിൽ ഭിന്നതയിലാണെന്നായിരുന്നു റിപ്പോർട്ട്. കേരളത്തിലെ കോൺഗ്രസ് വേദികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ചില നേതാക്കൾ പരസ്യമായി പറയുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിലെത്തുന്ന തരൂർ മറ്റു പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. കോൺഗ്രസ് വേദികളിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനാണ് മാറ്റം വരുന്നത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളടക്കം പങ്കെടുത്ത വേദിയിലും തരൂർ എത്തി. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം തരൂർ പങ്കെടുത്ത സംസ്ഥാനത്തെ ഈ യോഗത്തിനുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങി കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖരെല്ലാം തരൂരിനൊപ്പം വേദി പങ്കിട്ടു. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ തരൂരിന് വീണ്ടും അവസരമൊരുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരായ കുറ്റപത്രം സമർപ്പണത്തിൽ താരമായിരുന്നു തരൂർ. സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു ഈ പരിപാടി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനുള്ള പ്രസക്തി AICC നേതൃത്വം തിരിച്ചറിഞ്ഞതാണ് തരൂരിനെ വേദിയിലെത്തിക്കുന്നതിൽ നിർണായകമായതെന്ന വിലയിരുത്തലുണ്ട്. ദീപാദാസ് മുൻഷി നേരിട്ട് തരൂരിനെ ഫോണിൽ വിളിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു. രാജ്ഭവനിലെ ത്രൈമാസിക പ്രകാശനത്തിന് ശേഷം ഡൽഹിയിൽ മടങ്ങാനായിരുന്നു തരൂർ അന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ദീപാദാസ് മുൻഷിയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് പരിപാടിയിൽ മാറ്റം വരുത്തി. മഹിളാ കോൺഗ്രസ് വേദിയിലും എത്തി. പരിപാടിയുടെ ഫ്ലെക്സിലും തരൂരിന്റെ ചിത്രമുണ്ടായിരുന്നു. മോദി അനുകൂല പ്രസ്താവനകളുടെ പേരിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും തരൂരിനെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചിരുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന ചിന്ത ഹൈക്കമാൻഡിനുണ്ട്. NSSനടക്കം താല്പര്യമുള്ള തരൂരിനെ സജീവമാക്കി ചില വെല്ലുവിളികൾ മറികടക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഈ സന്ദേശം നൽകിയാണ് ദീപാദാസ് മുൻഷി ഇടപെടൽ നടത്തിയത്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ശക്തമായി താക്കീത് നൽകിയിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന റിപ്പോർട്ടുകളും എത്തി. ഇത് തരൂർ നിഷേധിച്ചിരുന്നു. മുൻപും പലതവണ തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസിന് തലവേദനയായിരുന്നു. അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും തരൂർ ലക്ഷ്മണരേഖ കടന്നെന്ന പരസ്യ വിമർശനം കോൺഗ്രസിലെ പല നേതാക്കളും ഉയർത്തിയിരുന്നു. ഇന്ത്യ-പാക് സംഘർഷം മോദി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തെന്ന് തരൂർ ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഫുൾ മാർക്ക് നൽകിയ തരൂർ മോദി നടത്തിയ അഭിസംബോധനയും പ്രകീർത്തിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ആരും വിളിച്ചില്ലെന്ന തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെയും കോൺഗ്രസിൽ പ്രതിഷേധമുയർന്നു. പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരൂർ വോട്ടെടുപ്പ് ദിനം വിവാദത്തിന് തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തി. AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MP-യുമായ തരൂർ കുറച്ചുകാലമായി നേതൃത്വവുമായി അകന്നു നിൽക്കുകയായിരുന്നു. AICC തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറങ്ങിയതാണ് തരൂരിന് കോൺഗ്രസിൽ തിരിച്ചടിയായതെന്നാണ് വിവരം. AICC പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയെങ്കിലും പ്രത്യേക ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായിരുന്ന തരൂർ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഉപനേതാവ് സ്ഥാനമൊക്കെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തരൂരിനെ പരിഗണിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല. പാർട്ടിയിൽ നിരന്തരമായി അവഗണന നേരിടുന്നതായിട്ടുള്ള ആരോപണത്തിനിടയിലാണ് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി മോദിയെയും പ്രകീർത്തിച്ച് തരൂർ രംഗത്തെത്തിയത്.